സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി കാണരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആരെ വിഡ്ഢിയാക്കാനാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. അയ്യപ്പ സംഗമം രാഷ്ട്രീയമല്ലെങ്കിൽ പിന്നെ എന്താണ്? രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈക്ക് പോകേണ്ടിയിരുന്നത്? എന്തിനാണ് സംഗമത്തിലേക്ക് കെ സ്റ്റാലിനെ ക്ഷണിച്ചത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്, അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമുള്ളപ്പോഴുള്ള രാഷ്ട്രീയ നാടകമാണിത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയല്ല, ദേവസ്വം പരിപാടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ. 10 കൊല്ലമായി ഭക്തർക്ക് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത ദേവസ്വം ബോർഡ് തെരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പ സംഗമം നടത്തുന്നെങ്കിൽ നടത്തട്ടെ. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തരെ ഉപദ്രവിച്ച പിണറായിയും അവിടെ പോകാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണെന്നാണ് ബി.ജെ.പി. പറഞ്ഞത്. ഇത് സർക്കാർ പരിപാടിയല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് അതേക്കുറിച്ച് സംസാരിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റല്ലേ വാർത്താസമ്മേളനം നടത്തേണ്ടിയിരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരാഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിൽ തനിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്കും രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി. രാജീവ് ചന്ദ്രശേഖറിന് ഒന്നും അറിയില്ല, കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് വിമർശിച്ചത്. ഞാൻ രാഷ്ട്രീയ വിദ്വാനല്ല, സാമാന്യ ബുദ്ധിയുണ്ട്, അധ്വാനിക്കുന്ന ആളാണ്, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്, ഹിന്ദു വിശ്വാസിയാണ്. മുഖ്യമന്ത്രിയെ പോലൊരു വിദ്വാൻ ആകാൻ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാൾ മാർക്സിസ്റ്റിനെയും ദാസ് കാപിറ്റലും വായിച്ചു പഠിച്ച് കമ്മ്യൂണിസ്റ്റ് വിദ്വാനാകാൻ താല്പര്യമില്ല, രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു.